എല്ലാവർക്കും സാജ് ഫാമിലിയുടെ മനോഹരമായ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തായ്ലൻഡിലെ ബാങ്കോക്കിലുള്ള റെയിൽവേ മാർക്കറ്റിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ റെയിൽവേ മാർക്കറ്റിൻ്റെ പേരാണ് ദ മെക്ലോങ് റെയിൽവേ മാർക്കറ്റ്, അല്ലെങ്കിൽ ഇതിനെ ഹൂപ്രോ മാർക്കറ്റ്, അതുപോലെ തന്നെ സിയാങ് തായ് മാർക്കറ്റ് എന്നൊക്കെ പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഈ ഒരു മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം, ഇവിടെ എന്തെല്ലാം കാണാനായിട്ട് സാധിക്കും, ഇതൊക്കെയാണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കേട്ടോ. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ, എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതിലൊരു ഓൾ എന്നൊരു ഓപ്ഷൻ കാണും, അതിൽ പ്രസ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഷെയറും അതുപോലെ കമൻറ്റും ഒക്കെ തന്ന് ചെറിയൊരു സപ്പോർട്ടൊക്കെ തരണം കേട്ടോ. ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് മുന്നോട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്കങ്ങനെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് റെയിൽവേ മാർക്കറ്റിൻ്റെ ഉള്ളിലത്തെ ദൃശ്യങ്ങളാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെയിൽ പാളമാണത്. അതിൻ്റെ അപ്പുറയും ഇപ്പുറയായിട്ട് ഒരുപാട് ഷോപ്പുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഷോപ്പ് എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള സംഭവങ്ങളുണ്ട്. വെജിറ്റബിൾസ് ഉണ്ട്, അതുപോലെ തന്നെ ഫിഷ് ആണെങ്കിൽ ഫിഷ്, ഫ്രഷ് ആയിട്ടുള്ള ഫിഷൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ ഒരുപാട് ക്ലോത്തുകൾ, ഫ്രൂട്ട്സുകൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു റെയിൽവേയുടെ അപ്പുറയും ഇപ്പുറയായിട്ട്, റെയിൽവേ ട്രാക്കിൻ്റെ അപ്പുറയും ഇപ്പുറയായിട്ട് കാണപ്പെടും. ശരിക്കും ഒരു മാർക്കറ്റ് തന്നെ, നടുവിൽ കൂടെ ഒരു റെയിൽ പാളം കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു റെയിൽവേ മാർക്കറ്റ് രാവിലെ 6 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ ട്രെയിൻ സ്റ്റാർട്ടാവുന്നത് 8:30ക്കാണ് ആദ്യത്തെ ട്രെയിൻ വരുന്നത്. പിന്നെ ഇവിടുത്തെ ഓരോ 2.5 മണിക്കൂർ ഇടവിട്ടും, അതായത് 8:30, ഞങ്ങൾ അന്ന് വെച്ച് കണ്ടപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചത് 8:30 കഴിഞ്ഞ് പിന്നെ 11:10, പിന്നെ 2:30, അങ്ങനെ ഓരോ 2-2.5 മണിക്കൂർ ഇടവിട്ട് നമുക്കിവിടെ ട്രെയിൻ വരുന്നതായിട്ടും, അതുപോലെ തന്നെ ട്രെയിൻ ഇവിടെ നിന്ന് ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ ലീവ് ചെയ്ത് പോകുന്നതായിട്ടും ഉള്ള ഒരു ട്രെയിനിൻ്റെ ഒരു സ്കെഡ്യൂൾ നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ ഒരു ട്രെയിൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഇവിടേക്കുള്ള ഒരു വഴി എന്ന് പറയുന്നത് നല്ല ട്രാഫിക്കാണ്. അപ്പോൾ നമ്മൾ ഈ ട്രെയിനിൻ്റെ ടൈമൊക്കെ നോക്കി കറക്റ്റ് ടൈം കയ്യിൽ വെച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രാഫിക്കിൽ ഉറപ്പായിട്ടും പെട്ടുപോകും. പിന്നെ ഈ ഒരു ട്രെയിൻ മാർക്കറ്റ് മാത്രമായിട്ടാണ് നിങ്ങൾ കാണാനായിട്ട് വരുന്നതെങ്കിൽ ഇവിടേക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, ഫ്രീ എൻട്രി ആണ്. പക്ഷേ ഒരു ദിവസം ഫുള്ളൊന്നും ഇവിടെ കണ്ട് അത്രത്തോളമൊന്നും ഇല്ല ഇവിടെ കാണാനായിട്ട്. കൂടി വന്ന ഒരു 2 hours അങ്ങനെ ജസ്റ്റ് സ്പെൻഡ് ചെയ്യാം, ഫുഡ് എന്തെങ്കിലുമൊക്കെ കഴിച്ച്. അതുപോലെ തന്നെ ആ ട്രെയിനും വന്ന് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ലീവ് ചെയ്ത് ഈ ഒരു ദിവസം നമുക്ക് മറ്റ് സ്ഥലങ്ങൾ കൂടി കാണാനായിട്ട് ശരിക്കും വിനിയോഗിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുള്ള പല സൈറ്റുകളും ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വന്നപ്പോഴും ക്ലൂക്ക്, ടിക്കറ്റ് ടു അട്രാക്ഷൻ, അങ്ങനത്തെ സൈറ്റുകളിലേക്കൊക്കെ നോക്കി. അങ്ങനെ നമ്മൾ ഒരുമിച്ച് ക്ലബ്ബായിട്ട്, അങ്ങനെ കോംബോ ആയിട്ട് എടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെയും ടിക്കറ്റ് എടുക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ അടുത്തുള്ള മറ്റ് സ്ഥലങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് അവർ ടിക്കറ്റ് കാണിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ട്രെയിൻ മാർക്കറ്റിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഡാമിയോൺ സുദാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റും ഉണ്ട്. അപ്പോൾ അതും വേണമെങ്കിൽ നമുക്ക് പോയിട്ട് അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ മറ്റു സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ, അതായത് ബാങ്കോക്കിൻ്റെ ഫുൾ ഐറ്റിനറി ആയിട്ടുള്ള വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, എവിടെയൊക്കെ ഓരോ ദിവസം ഞങ്ങൾ പോയി എന്നും എവിടെയൊക്കെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു എന്നുള്ളത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാനിത് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഇടാം. അപ്പോൾ അതെല്ലാവരും കാണണം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എവിടെയൊക്കെ നമുക്ക് അടുത്തടുത്ത സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട് സാധിക്കുന്നുള്ളത്. പിന്നെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ചൂടുള്ള ടൈമിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നല്ല ചൂടായിരിക്കും. ഇവിടെയൊക്കെ നല്ല ചൂട് തന്നെയായിരുന്നു ആ സമയത്തൊക്കെ. പിന്നെ നമുക്ക് എന്താ പറയുക, ഒരിക്കലൊക്കെ ഒരു പ്രാവശ്യമൊക്കെ വന്ന് കണ്ട് ആ ട്രെയിനൊക്കെ വന്ന് പോകുന്നതൊക്കെ കാണുവാനായിട്ട് അതൊരു രസമാണ്. ആ ട്രെയിനൊക്കെ വരുന്ന സമയത്ത് ഇവർ പെട്ടെന്ന് ആ ഒരു എല്ലാ സാധനങ്ങളും മാറ്റുന്നതും ട്രെയിൻ വരുന്നതും അത് പോകാന്നൊക്കെ പറയുന്നത് നമുക്ക് കാണുമ്പോൾ അതൊരു ശരിക്കും ഒരു പ്രത്യേകമായിട്ടുള്ളൊരു അനുഭവമാണ്. ട്രെയിനൊക്കെ വന്ന് പോയിട്ട് അടുത്ത ട്രെയിനിന് വേണ്ടി വരാനായിട്ട് കുറച്ച് ടൈം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ മാർക്കറ്റിങ്ങിന് ഇച്ചിരിയെങ്കിലും റഷ് ഇല്ലാതെ ഈ ഒരു ടൈമിൽ വരണേക്കെ കാണാനായിട്ടോ. ട്രെയിൻ വരുന്ന സമയത്ത് ഇവിടെ ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കും. അങ്ങനെ ഭയങ്കര റഷ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് ആയിരിക്കും കേട്ടത്. അതിൻ്റെ സൈഡിലൊക്കെ ഉണ്ട് ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളും കടകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എല്ലാതും നമുക്ക് ശരിക്കും നന്നായിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു രസം, അതായത് വേറെ എവിടെ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല, ഇങ്ങനെ ട്രെയിൻ വരുന്ന മാർക്കറ്റും ആ സമയമാകുമ്പോൾ എല്ലാ സാധനങ്ങളും മാറ്റി വയ്ക്കുന്നതും അങ്ങനെയൊക്കെ. അപ്പോൾ ഒരു രസം കാണാനായിട്ട്. അതും ഇത് നോക്കി, ഈ പാളത്തിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ സംഭവങ്ങൾ. ഇപ്പോൾ ഇവിടെ ഒരു റെഡ് ലൈൻ ഉണ്ട് ചില സൈഡിൽ. അപ്പോൾ ആ റെഡ് ലൈൻ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ആ ലൈന് അതായത് കണ്ടോ, ഈ റെഡ് ലൈൻ കണ്ടോ, ഈ റെഡ് ലൈൻ്റെ ഇപ്പുറത്തേക്ക് നമ്മൾ കിടക്കാൻ പാടില്ല. ഈ റെഡ് ലൈൻ്റെ ഇവിടുന്ന് ഇത്രയേ ഉള്ളൂ ദൂരം പാളത്തിൻ്റെ അവിടേക്ക്. മനസ്സിലായി? ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയം അവൾക്ക് ഇവർ എല്ലാ സാധനങ്ങളും ആ റെഡ് ലൈൻ്റെ അപ്പുറത്തേക്ക് വെച്ചിട്ട് ട്രെയിനിന് വേണ്ടിയിട്ട് സ്ഥലം കൊടുക്കുകയാണ്. സ്ഥലം കൊടുക്കും. അങ്ങനെ എന്താ പറയുക, രസമാണ്. വേറെ എവിടെ നമ്മളങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ മാത്രമാണ് ഇങ്ങനത്തെ ഒരു സംഭവം കാണാനായിട്ട്.
പറ്റിയേക്കുന്നത്. ഇത് കണ്ടോ, ഇത് നമ്മുടെ കശുമാങ്ങ സംഭവം കണ്ടോ വിൽക്കാൻ വെച്ചേക്കുന്നത്. നാട്ടിലൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ വേണ്ടാന്ന് പറയുന്നതൊക്കെ ഇവരിവിടെ അടിപൊളി ഫ്രൂട്ടായിട്ട് യൂസ് ചെയ്യുന്നു കേട്ടോ. നല്ല അടിപൊളിയാണ് കാണാനായിട്ട്, എല്ലായിടത്തും രസമാണ്. അപ്പോൾ എന്താ പറയുക, നടന്ന് ക്ഷീണിച്ചു. തലണ്ടി വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ട്രെയിൻ മാർക്കറ്റൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കാം. ടൈമിംഗ് ഒക്കെ കറക്റ്റ് നോക്കണം ട്രെയിനിൻ്റെ, എന്നിട്ട് മാത്രമേ വരാനായിട്ട് പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ട്രെയിൻ മിസ്സായി പോവും. അപ്പോൾ പിന്നെ ഒരു നല്ല ട്രാഫിക്കുള്ള റോഡാണ് കേട്ടോ. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ നല്ല ട്രാഫിക്കായിരുന്നു. നമുക്ക് ശരിക്കും നമ്മൾ കറക്റ്റ് ടൈം വെച്ചിട്ടൊന്നും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചൊന്നും വരില്ല കേട്ടോ. ട്രെയിൻ വന്ന് പോകുന്നതിൻ്റെ ഒരു ക്ലിപ്പ് മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതവിടെ വീണ്ടും ഇടാതിരുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ആ വെച്ചിരിക്കുന്ന ടാർപ്പോയും കാര്യങ്ങളൊക്കെ മാറ്റി ട്രെയിൻ ഇതിലേ പോകും. അത് ശരിക്കും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അപ്പം ഒരിക്കലൊക്കെ വന്നത് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ശരിക്കും നല്ലൊരു അനുഭൂതി തന്നെയായിരിക്കും കേട്ടോ നമുക്ക്. പിന്നെ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. അപ്പം ഞങ്ങൾ കുറച്ച് നേരം കൂടിയൊക്കെ ട്രെയിൻ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ അവിടേക്ക് ഒന്ന് നടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ സൈഡിൽ അപ്പോഴേക്കും മക്കൾക്കൊക്കെ ഒന്ന് ചെറുതായിട്ട് ദാഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അവിടുന്ന് സൈഡിൽ നിന്ന് ചെറുതായിട്ട് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങൾ ഒന്ന് ഉഷാറായി. ഞങ്ങൾ ഇന്ന് തന്നെ വേറെയും ഒരു 4 സ്ഥലങ്ങൾ കൂടി ഞങ്ങൾക്ക് പോകാനായിട്ടുണ്ടായിരുന്നു. അത് കാരണം നമ്മൾ ഒത്തിരി ടൈം ഇവിടെ നമ്മൾ ചുമ്മാ വേസ്റ്റ് ആക്കാനായിട്ട് ശ്രമിച്ചില്ലായിരുന്നു. ഇവിടെ Mine is finished. Amma, strawberry juice. ഹിയർ നോ സ്ട്രോബെറി മാളു. What do you want from me? Papa, mine is finished. I want one. You want coconut? No, like this photo. No. You have? Yeah. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഒരു കുട്ടി വീഡിയോ ആയിരുന്നു കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അടുത്ത സ്ഥലത്തെ വിശേഷങ്ങളായിട്ട് പെട്ടെന്ന് വരാം. ടാറ്റാ ബൈ ബൈ, സീ യു.